പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രമേ പരലോക വിജയവും അതിലൂടെ സ്വർഗവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് അള്ളാഹു ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതറിയണമെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആനിൽ അള്ളാഹു നമ്മളോട് എന്താണ് പറയുന്നതെന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഖുർആൻ അറിഞ്ഞ്, ഖുർആൻ പഠിച്ച്, ഖുർആനായി ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഈ പരീക്ഷയിൽ നമ്മൾ വിജയിക്കുന്നത്. റമദാൻ ഈ ജീവിത പരീക്ഷയ്ക്കുള്ള ഒരു പ്രാക്ടീസാണ്. വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓരോ ഇബാദത്തുകൾക്കും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. നിസ്കാരമായാലും ഹജ്ജായാലും നോമ്പായാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. വൈ ആം ഐ ഡൂയിങ് ദിസ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിരിക്കണം. ലക്ഷ്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള ഓരോ എഫക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഓരോ ചേഞ്ചസ് കാണാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് നോമ്പിന്റെ ലക്ഷ്യം? കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല നോമ്പിന്റെ ലക്ഷ്യം. അതല്ല റമദാൻ. മറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി ചെയ്തുകൊണ്ട് അവനോടുള്ള അനുസരണയും തഖ്വയും നേടിയെടുക്കലാണ് റമദാൻ. നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെന്റിലും അള്ളാഹുവിനോട് അനുസരണയും തഖ്വയും ഉള്ളതായിരിക്കണം. ഇനി എന്താണ് തഖ്വ? കേവലം അള്ളാഹുവിനോടുള്ള ഭയമല്ല, മറിച്ച് അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് തഖ്വ. അങ്ങനെ അള്ളാഹുവിന് നമ്മളോട് ഉള്ള ഇഷ്ടം നേടിയെടുക്കാൻ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും കാണിക്കുന്ന സൂക്ഷ്മതയാണ് തഖ്വ. ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെ തഖ്വയുള്ളവരാവണം, എങ്ങനെ അനുസരണയുള്ളവരാവണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ നമ്മളോടുള്ള വാക്കുകളാണ് ഖുർആൻ. അള്ളാഹു നമ്മളോട് ഡയറക്റ്റായി പറയുന്ന ആ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയും ഇഷ്ടത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും ആയിരിക്കണം നമ്മൾ ഖുർആൻ വായിക്കുന്നതും ഖുർആൻ പഠിക്കുന്നതും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ആക്ഷൻസും ഓരോ കാര്യങ്ങളോടുള്ള റെസ്പോൺസുകളും ഓരോ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെന്റും എങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ആൻസർ കിട്ടുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് ഖുർആൻ. ആ ഒരു താല്പര്യത്തോടു കൂടി വേണം നമ്മൾ ഖുർആൻ വായിക്കാനും ഖുർആൻ പഠിക്കാനും. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചോദ്യങ്ങൾക്കും ഖുർആനിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താനാകണം. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഖുർആനായി ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഈ പരീക്ഷയിൽ നമ്മൾ വിജയിക്കുന്നതും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുന്നതും. അള്ളാഹുവിന്റെ ഈ പരീക്ഷ എളുപ്പമാക്കുന്നതിനായി അള്ളാഹു ഒരുപാട് അവസരങ്ങൾ റമദാനിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ.